സൈനബ ബീവിക്ക് അവിടുത്തെ പ്രിയതമനോട് ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ ഒരുപാട് കൊതിയായി. അവിടുന്ന് ആകാംക്ഷയോടെ കേട്ടു നിൽക്കുമോ അതോ അതിന് എതിരെ നിൽക്കുമോ എന്നൊന്നും സൈനബ ബീവിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവിടുത്തേക്ക് എങ്ങനെയെങ്കിലും കാര്യം അവതരിപ്പിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് സൈനബ ബീവി സന്തോഷത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അബുല്ലാസ് തങ്ങള് അടുത്തെവിടെയോ എത്തി എന്നുള്ള വാർത്ത സൈനബ ബീവി അറിയും. ആവേശത്തോടുകൂടി സൈനബ ബീവി അബുല്ലാസ് തങ്ങളെ വരവേൽക്കാനായി തുണിഞ്ഞു നിന്നു. വന്ന് കയറിയ അപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കണോ? അദ്ദേഹം ക്ഷീണിതനായിരിക്കുമല്ലോ, കുറച്ചു കഴിഞ്ഞ് വിശ്രമിച്ചതിന് ശേഷം അവതരിപ്പിച്ചാൽ പോരെ എന്ന് സൈനബ ബീവി മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു. അബുല്ലാസ് തങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടുത്തെ മുഖം വളരെയധികം സങ്കടത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തെളിച്ചവുമില്ലായിരുന്നു. സൈനബ ബീവിക്ക് വളരെയധികം സങ്കടം തോന്നി. എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയണ്ട, അവിടുന്ന് വിശ്രമിക്കട്ടെ, അതിനുശേഷം പറയാമെന്ന് സൈനബ ബീവി ആഗ്രഹിച്ചു. ഇല്ല, കുറച്ചു കഴിഞ്ഞപ്പോൾ സൈനബ ബീവി ആലോചിച്ചു, ഒന്നും സംഭവിച്ചു കാണില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്തായാലും എന്നോട് തുറന്നു പറയുമായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ സൈനബ ബീവി അവിടെ നടന്ന കാര്യങ്ങൾ അബുല്ലാസ് തങ്ങളോട് പറയുകയുണ്ടായി. അബുല്ലാസ് തങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അബുല്ലാസ് തങ്ങൾ സൈനബ ബീവിയോട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ അറിഞ്ഞു. വഴിവക്കിൽ പലരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. പൂർവികരുടെ മതത്തെ തള്ളിപ്പറഞ്ഞതും ലാത്തയെയും മുസയെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും എല്ലാവരെയും വളരെയധികം കോപിതനാക്കി. പണ്ട് കാലം മുതലേ ആരാധിച്ചു വന്നിരുന്ന ഒരു കൂട്ടം ദൈവങ്ങളെ അവിടുന്ന് തള്ളിപ്പറഞ്ഞപ്പോൾ അത് മറ്റാർക്കും പിടിച്ചിരുന്നില്ല. അബുല്ലാസ് തങ്ങൾക്ക് വളരെയധികം മനസ്സിലെ സങ്കടം തോന്നി. ഞാനെങ്ങാനും ഇനി എൻ്റെ പ്രിയതമയുടെ വാക്ക് കേട്ടുകൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവിടുത്തെ മതത്തിലേക്ക് കൈപിടിച്ച് കയറിയാൽ എൻ്റെ കൂട്ടുകാരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും എന്നുള്ള വേവലാതികളായിരുന്നു അബുല്ലാസ് തങ്ങൾക്ക്. സൈനബ ബീവി ആ സമയത്ത് തന്നെ അബുല്ലാസ് തങ്ങളോട് പറയുകയുണ്ടായി, അങ്ങക്കറിയാമല്ലോ, എൻ്റെ ഉപ്പ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. എല്ലാവരോടും സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരു തമാശക്ക് പോലും ഹബീബായ തങ്ങള് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും സത്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിൽ തിരഞ്ഞെടുക്കണമെന്ന് അവിടുന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. സൈനബ ബീവിയുടെ വാക്കുകൾ കേട്ട് അബുല്ലാസ് തങ്ങളുടെ ഹൃദയത്തിൽ പ്രകമ്പനം കൊണ്ടു. അതുപോലെ അവിടുന്ന് ഞെട്ടിത്തരിക്കുകയുണ്ടായി. എല്ലാവരും അബുല്ലാസ് തങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്നേ വരെ ഒരു മനുഷ്യനും സ്നേഹിക്കാത്തതുപോലെയാണ് അബുല്ലാസെ നീ നിന്റെ സൈനബിനെ സ്നേഹിക്കുന്നത്. അതൊരിക്കലും പാടില്ല. അവരുടെ വഴിയിൽ നമ്മൾ നടക്കാൻ പാടില്ല എന്ന് അബുൽ ആസ് തങ്ങളോട് പലരും പറയുകയുണ്ടായി. പക്ഷേ അവിടുത്തെ ഹൃദയത്തിൽ സൈനബ ബീവിക്ക് വളരെയധികം വലിയ സ്ഥാനമായിരുന്നു അവിടുന്ന് കൊടുത്തിരുന്നത്. മറ്റുള്ളവരുടെ ആരുടെയും വാക്കുകൾ അബുൽ ആസ് തങ്ങൾ കേൾക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല. ആസ് തങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നി. അതോടുകൂടി പേടിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇനി ഇത് കേൾക്കാത്തതിന്റെ ഭാഗമായി എൻ്റെ പ്രിയതമ എന്നെ വിട്ട് പോകുമോ എന്ന് വരെ അവിടുന്ന് ചിന്തിച്ചു കൂട്ടി. അവിടുന്ന് ഒരുപാട് ഇഷ്ടമായിരുന്നു സൈനബ ബീവി. സൈനബെ, നീ എനിക്ക് മാപ്പ് തരൂ, നീ എന്നോട് പൊറുക്കൂ. നിന്റെ വാക്കുകൾ എനിക്ക് കേൾക്കാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നിന്റെ ഉപ്പയെയും എനിക്ക് അനുസരിക്കാതിരിക്കാനും വയ്യ. പക്ഷേ ഞാനിപ്പോൾ അത് കേട്ടാൽ എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കുടുംബക്കാർ എല്ലാവരും എന്നെ വിട്ടുപോകും. അതുകൊണ്ട് നീ എന്നെ വിട്ടു പോകരുത്. എനിക്ക് ഇപ്പോൾ നിന്റെ ഈ വാക്കുകൾ സ്വീകരിക്കാൻ ക്ഷണിക്കാനുള്ള അവസ്ഥയിലല്ല എന്ന് സൈനബ ബീവിയോട് അബുല്ലാസ് തങ്ങൾ പറയുകയുണ്ടായി. അബുല്ലാസ് തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഇതിന്റെ പേരിൽ നീ എന്നെ ഉപേക്ഷിക്കരുത്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങേയറ്റം നിന്നെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് സൈനബ ബീവി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, അങ്ങയെ വിട്ട് ഞാൻ എവിടെയും പോകില്ല. മരണം വരെയും അങ്ങയുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും.